എല്ലാവർക്കും ക്രിസ്തുവിലുള്ള എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഞാൻ ചങ്ങനാശ്ശേരിയിൽ പെരുന്നയിൽ ഒരു പഴയ നായർ കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. എൻ്റെ മാതാപിതാക്കളുടെ ഏക മകനായിരുന്നു. എൻ്റെ പഠനം എല്ലാം ചങ്ങനാശ്ശേരി സ്കൂളിലും കോളേജിലും, പിന്നീട് കോട്ടയത്തും കൊച്ചിയിലും അല്പകാലം ബോംബെയിലുമായി കംപ്ലീറ്റ് ചെയ്തു. ഉടൻ തന്നെ എനിക്ക് സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനമായ റബ്ബർ ബോർഡിൽ ജോലി ലഭിക്കുവാനിടയായി. ചെറിയ പ്രായത്തിൽ ഏകദേശം 1 വർഷം ഞാനവിടെ ജോലി ചെയ്തു. അപ്പോൾ തന്നെ ആ സമയത്ത് എനിക്ക് ഒരു ഇന്ത്യയിലും വിദേശത്തുമുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലെ നല്ല ശമ്പളത്തിലൊരു പോസ്റ്റിംഗ് ലഭിക്കുവാനിടയായതുകൊണ്ട് ഞാൻ ആ കമ്പനിയിലേക്ക് മാറി. കോയമ്പത്തൂരിലായിരുന്നു എൻ്റെ റീജിയണൽ ഓഫീസ്. പാലക്കാട് ഒരു വലിയ ഫാക്ടറിയുടെ നല്ല ചുമതലയിലായി ഞാൻ ആയിരിക്കാനിടയായി. അതുമൂലം എനിക്ക് അവരുടെ കമ്പനി സ്ഥിതി ചെയ്യുന്ന പല രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് ആഫ്രിക്കൻ കൺട്രികളിലെല്ലാം പോകേണ്ടതായിട്ട് വന്നു, അവിടെ ജോലി ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഇരിക്കുന്ന സമയം, എന്നാൽ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ തുടങ്ങിയ മദ്യപാന സ്വഭാവം പിന്നീട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴും ജോലി ലഭിച്ചപ്പോഴും ഒക്കെ അത് തുറന്നുകൊണ്ടേയിരുന്നു. സ്വന്തമായി വരുമാനമായി നല്ല പൈസ കയ്യിൽ വന്നപ്പോൾ അതിൻ്റെ അളവ് കൂടി. ഒത്തിരി കൂട്ടുകാർ എനിക്കുണ്ടായി. പണമുള്ളപ്പോൾ എൻ്റെ ബന്ധുമിത്രാദികൾ തന്നെ ധാരാളം ആൾക്കാർ, പല പ്രായത്തിലുള്ളവർ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. എൻ്റെ പണമായിരുന്നു, മദ്യമായിരുന്നു, അതിൻ്റെ കൂടെ എല്ലാവരും സഹകരിക്കാനുണ്ടായിരുന്നു. എന്തെല്ലാം പാപഭംഗിലമായ പ്രവൃത്തികൾ ചെയ്യാമോ അതെല്ലാം ഈ അഹങ്കാരത്തോടെ, ധാർഷ്ട്യത്തോടെ ചെയ്തുകൊണ്ടിരുന്ന സമയം എൻ്റെ പിതാവിനും മാതാവിനും അവരുടെ കൺട്രോൾ എൻ്റെ മേൽ ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ കരുതുന്നു. പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ടൗണിൽ നിന്ന്, ചങ്ങനാശ്ശേരിയിൽ നിന്ന് മാന്താനം, അവിടുന്ന് 8 കിലോമീറ്റർ മാറി മല്ലപ്പള്ളിക്കടുത്ത് മാന്താനം എന്ന സ്ഥലത്തേക്ക് വരേണ്ടതായിട്ട് വന്നു. എൻ്റെ പിതാവ് അതിനുശേഷം മരണപ്പെട്ടു. മാതാവ് മാത്രമായി. ഏകദേശം പിതാവിൻ്റെ മരണശേഷം മാതാവ് വളരെ പിടിയുന്നു തന്നെ എന്നെ വിവാഹിതനാക്കി. എൻ്റെ മാന്താനത്ത് തന്നെയുള്ള ഗീത എന്ന ഇതുപോലൊരു നായർ പെൺകുട്ടിയെ ഞാൻ വിവാഹം കഴിച്ചു. എനിക്ക് കുഞ്ഞുങ്ങളുമുണ്ടായി. പ്രിയമുള്ളവരെ, ഈ മദ്യപാന സ്വഭാവം വളരെ അധികമായിരുന്നത് കൊണ്ട് എൻ്റെ മാതാവിനെയോ എൻ്റെ ഭാര്യയോ എൻ്റെ കുഞ്ഞുങ്ങളെയോ ഒന്നും ശ്രദ്ധിക്കുവാൻ ഞാൻ സമയം കണ്ടെത്തിയില്ല. എൻ്റെ മാതാവിൻ്റെ കരച്ചിൽ ഞാൻ ഇന്നും ഓർക്കുന്നു. എൻ്റെ ഭാര്യ ഒരു ദിവസം പോലും സമാധാനമായി ഉറങ്ങിയിരുന്നില്ല. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്നെ ഭയമായിരുന്നു. മദ്യപിച്ച് വരുന്ന ഞാൻ എപ്രകാരമാണ് പ്രതികരിക്കുന്നതെന്ന് പേടിച്ചായിരുന്നു അവർ കഴിഞ്ഞിരുന്നത്. പിന്നീട് ഞാൻ എൻ്റെ കുടുംബവുമായി പാലക്കാടേക്ക് പോയി, അവിടെ സെറ്റിലായി. പക്ഷേ ഈ ദുസ്വഭാവം തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ എൻ്റെ ജോലി രാജിവെച്ചു. അതിനു മുൻപായി ചില സുഹൃത്തുക്കളുടെ ഒക്കെ താല്പര്യത്തോടു കൂടി ഞാൻ കൂടുതൽ പണം ഉണ്ടാക്കാൻ വേണ്ടി മദ്യ വ്യവസായ രംഗത്തേക്ക് ഇറങ്ങി. എന്ന് പറഞ്ഞാൽ വളരെ വില കുറഞ്ഞ നാടൻ മദ്യം, അനധികൃത മദ്യം പല സ്ഥലങ്ങളിലും വിറ്റ് പണമുണ്ടാക്കുന്ന ഏർപ്പാട് തുടങ്ങി. മറ്റ് പണത്തിന് എളുപ്പം പണം ഉണ്ടാക്കുന്ന പല വഴികളിലേക്കും ഞാൻ തുനിഞ്ഞു. എൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു, എന്നെ സഹായിക്കാനുണ്ടായിരുന്നു. എന്നാൽ കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ തന്നെ എൻ്റെ ജോലി നഷ്ടപ്പെടുത്തി. ഞാൻ ചെയ്ത ഈ ബിസിനസ്സിലൊക്കെ വലിയ തകർച്ച ഉണ്ടായി. കയ്യിലുണ്ടായിരുന്ന പണം അത്രയും ചോർന്നു പോകുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കി. ഞാൻ സമ്പാദിച്ചു വെച്ചത്, എൻ്റെ ഭവനം, മറ്റ് സ്വർണങ്ങളെല്ലാം എനിക്ക് വിൽക്കേണ്ടതായിട്ട് വന്നു. അവസാനം ഒന്നുമില്ലാതെ ഞാൻ ഈ മാന്താനം എന്ന സ്ഥലത്തേക്ക് തിരിച്ചു വരേണ്ട ഒരവസ്ഥയിലേക്ക് വന്നു. കയ്യിലെ പണമെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ
എന്നോടൊപ്പം എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടായിരുന്ന എൻ്റെ കൂട്ടുകാർ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ടവർ, എന്തിനേറെ ബന്ധുജനങ്ങൾ പലരും എന്നെ അകറ്റി നിർത്തുക മാത്രമല്ല, ഞാൻ ചെയ്തതും ചെയ്യാത്തതുമായ ഒത്തിരി കുറ്റങ്ങൾ എൻ്റെ തലയിൽ വയ്ക്കുന്നത് ഞാൻ കണ്ടു. ആരുമില്ലാത്തൊരവസ്ഥയിൽ, നഷ്ടപ്പെട്ട അവസ്ഥയിൽ, പൊതുവെ ഒരു മദ്യപാനിയായിരുന്ന ഞാൻ വ്യാജ ചാരായത്തിൽ അഡിക്റ്റായി ഭ്രാന്തനെ പോലെ ആയിത്തീർന്നു. ഈ അവസ്ഥയിൽ എൻ്റെ ഭാര്യയെ അവരുടെ മാതാവും പിതാവും സഹോദരങ്ങളും വന്ന് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്നെ വിട്ടുപോയ എൻ്റെ ഭാര്യയോടുള്ള എനിക്ക് ഒടുങ്ങാത്ത കോപം എന്നോട് ചോദിക്കാതെ പോയതിൽ ഞാൻ അവരെ വെട്ടിക്കണ്ടിക്കുവാൻ, നശിപ്പിക്കുവാൻ, അവരുടെ കുടുംബത്തിലെ ഓരോ വ്യക്തികളെയും കൊല്ലുവാൻ, അക്ഷരീകമായി വെട്ടി നുറുക്കി കൊല്ലുവാനുള്ള സകല പദ്ധതികളും പ്ലാൻ ചെയ്തിരിക്കുന്ന സമയം, ഒരു ദിവസം വൈകുന്നേരം മദ്യപിക്കുവാൻ വേണ്ടി പോകുന്ന വഴി അപ്രതീക്ഷിതമായി ഓടിട്ട് ഒരു ഷെഡിലേക്ക് എൻ്റെ സുഹൃത്തിനോടൊപ്പം കയറി. സമയം പോകുവാൻ വേണ്ടിയാണ് ഞാൻ അവിടെ കയറിയത്. അവിടുത്തെ പാട്ട്, പ്രാർത്ഥന ഒന്നും എനിക്ക് ഒട്ടും അറിവുള്ളതായിരുന്നില്ല. എൻ്റെ ജീവിതത്തിൽ അന്ന് വരെ ഞാൻ ശ്രമിച്ചതായിരുന്നില്ല. എന്നാൽ വളരെ ബുദ്ധിമുട്ടി ആ കൂട്ടായ്മയ്ക്ക് അവിടെ ഇരുന്നു. വൈകുന്നേരം ആ യോഗത്തിൻ്റെ അവസാനം എൻ്റെ സുഹൃത്ത്, ഇന്നിവിടെ വചനം ശുശ്രൂഷിക്കുന്ന പോൾ പാസ്റ്ററെ എനിക്ക് പരിചയപ്പെടുത്തി. അദ്ദേഹം അല്പസമയം എന്നോട് യേശുവിനെ കുറിച്ച് സംസാരിച്ചു. എന്ന് ഞാൻ സംസാരിച്ചെന്ന് എനിക്കിപ്പോഴും വ്യക്തമല്ല. എന്നാൽ ഇതിൻ്റെ അവസാനം അദ്ദേഹം, പ്രിയ രാജേഷ്, നീ നല്ല യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നു എന്ന് ചോദിച്ചു. ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു. എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ തുടക്കം അതായിരുന്നു. 23 വർഷം മുമ്പ്. അന്ന് എനിക്ക് കട്ട താടിയും കയ്യിൽ ചരടുമൊക്കെയായി നിൽക്കുന്ന ഒരു രംഗം ഞാൻ ഇന്നും ഓർക്കുന്നു. പക്ഷേ പ്രിയമുള്ളവരെ, 10ാം ക്ലാസ്സിൽ തുടങ്ങിയ എൻ്റെ മദ്യപാന സ്വഭാവം വർഷങ്ങളായി 2 തവണ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിട്ടുണ്ട്. ആൽക്കഹോളിക് വിത്ഡ്രോവൽ സിൻഡ്രോം എന്നൊക്കെ എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. എൻ്റെ ഹാർട്ടെല്ലാം ബീറ്റെല്ലാം കൂടി ഞാനിപ്പം മരിച്ചു പോകുമെന്നുള്ള ഒരു പേടിയിൽ അലറിയുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി മരുന്ന് എനിക്ക് നൽകി. എൻ്റെ അമ്മ ഒത്തിരി പ്രാർത്ഥിച്ചു, എൻ്റെ ഭാര്യ ഒത്തിരി പ്രാർത്ഥിച്ചു, ഒത്തിരി നേർച്ചകൾ, കാഴ്ചകൾ. ഇതുകൊണ്ടൊന്നും മാറാത്ത ആ മദ്യപാന സ്വഭാവം അന്ന് വൈകുന്നേരം എനിക്കൊട്ടും പരിചയമില്ലാത്ത യേശു ക്രിസ്തുവിനെ ഞാൻ അറിയാതെ രക്ഷകനായി സ്വീകരിച്ചത് മുതൽ എന്നിൽ നിന്ന് പൂർണ്ണമായി മാറി 23 വർഷമായ ദൈവം അനുഗ്രഹമായി എന്നെ നടത്തുന്നു. എൻ്റെ ഈ മാറ്റം എൻ്റെ വീട്ടുകാർക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ നാട്ടുകാർക്കും അവർക്ക് അത്ഭുതമായിരുന്നു. ഒരു മാസം കഴിഞ്ഞപ്പോൾ യേശുവിന് മാത്രമേ രാജേഷ് എന്ന തൻ്റെ ഭർത്താവിനെ മാറ്റുവാൻ കഴിയുള്ളൂ എന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ട് എൻ്റെ ഭാര്യ ഗീത എൻ്റെ പാസ്റ്ററടുത്ത് വരികയും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുകയും കർത്താവിൻ്റെ കൽപ്പനകളെല്ലാം അനുസരിച്ച് നാളിതുവരെ ഞാൻ കൂടിയ അതേ കൂട്ടായ്മയിലായിരിക്കുകയും ചെയ്യുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ, എനിക്ക് പിന്നെയും ഒരു കുഞ്ഞ് ജനിച്ചു. എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം കർത്താവിൻ്റെ വചനം കേട്ട് അനുഗ്രഹമായവരുടെ വിദ്യാഭ്യാസം നടത്തി വരുന്നു. എൻ്റെ മാതാവ് വാർദ്ധക്യത്തിൻ്റെ വേളയിൽ, എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം ഒരു 78 വയസ്സുള്ളപ്പോൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് പൂർണ്ണ മനസ്സോടുകൂടി കർത്താവിൻ്റെ കൽപ്പനകളെല്ലാം അനുസരിച്ച് വളരെ സമാധാനമായി ഞങ്ങളുടെ കൂട്ടായ്മയിലായിരുന്നു. ഒരു ദിവസം പോലും കരയാതിരുന്ന, എല്ലാ ദിവസവും മകനെ കുറിച്ച് ഭാരപ്പെട്ട എൻ്റെ മാതാവ് എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി സമാധാനമായി 2018 മരിക്കുവാനിടയായി, നിത്യതയിൽ ചേർക്കുവാനിടയായി. ദൈവമായ കർത്താവ് എനിക്ക് വിദേശത്ത് വീണ്ടും ഒരു യൂറോപ്യൻ കമ്പനിയിൽ നല്ലൊരു ജോലി നൽകുവാനിടയായി. 10-15 വർഷത്തോളം മിഡിൽ ഈസ്റ്റിൻ്റെ എല്ലാ രാജ്യങ്ങളിലും കമ്പനിയോടുള്ള ബന്ധത്തിൽ ഞാൻ ജോലി ചെയ്തു. ദൈവമായ കർത്താവ് നഷ്ടപ്പെട്ടതെല്ലാം എനിക്ക് തിരിച്ചു നൽകി. എനിക്ക് ഭവനങ്ങളായി എല്ലാ കാര്യങ്ങളും മാത്രമല്ല, ഇപ്പോൾ നാട്ടിൽ ചില കുടുംബങ്ങൾക്ക് ഉപജീവന മാർഗത്തിന് വഴിയൊരുക്കുന്ന ഒരു ചെറിയ സംരംഭം തുടങ്ങുവാനും വർഷങ്ങളായി
അത് നടത്തിക്കൊണ്ടു പോകാനും ദൈവം എന്നെ സഹായിച്ചു. പ്രിയമുള്ളവരെ, ഞാൻ അന്ന് വൈകിട്ട് ഈ യേശുവിനെ കണ്ടുമുട്ടില്ലായിരുന്നു എങ്കിൽ ഞാനൊരു കൊലപാതകി ആയി തീരുമായിരുന്നു. ഒന്നുകിൽ ഞാൻ ജയിലിൽ നരകിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഭൂമിയിൽ ഉണ്ടാകുമേ സാധ്യത തീരെ കുറവായിരുന്നു. എൻ്റെ ഭാര്യയുടെ അവസ്ഥ, എൻ്റെ അമ്മയുടെ അവസ്ഥ, എൻ്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ. ദൈവമായ കർത്താവ് യേശു ക്രിസ്തു എത്രയോ വലിയവൻ എന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. എൻ്റെ നാട്ടുകാർ ഒരു കാര്യങ്ങൾക്കും എന്നെ വിളിക്കാറില്ലായിരുന്നു, അവർക്ക് ഭയമായിരുന്നു. എൻ്റെ വീട്ടുകാർ ഞാൻ ഈ കർത്താവിനെ കണ്ടുമുട്ടിയ നാൾ, അല്ലെങ്കിൽ എൻ്റെ പണം നഷ്ടപ്പെട്ട നാൾ മുതൽ എന്നിൽ നിന്ന് അകന്നിരുന്നു. പ്രിയമുള്ളവരെ, ഈ ബൈബിൾ എടുത്തതുകൊണ്ട് എൻ്റെ നാട്ടുകാരും എൻ്റെ വീട്ടുകാരും അവരുടെ എന്ത് ആവശ്യത്തിനാണെങ്കിലും എൻ്റെ എന്ത് ആവശ്യത്തിനാണെങ്കിലും അവർ കൂടി വരുന്നു. ഞാൻ അതേ ഗ്രാമത്തിൽ, എനിക്ക് ഭവനങ്ങൾ ഉണ്ടെങ്കിലും അതേ ഗ്രാമത്തിൽ താമസിക്കുന്നു. എന്നും കർത്താവ് നല്ലവനാണെന്ന് എൻ്റെ പ്രവൃത്തിയിലൂടെ, എൻ്റെ സാക്ഷ്യത്തിലൂടെ അവരെ അറിയിക്കുവാൻ ദൈവം ഇടയാക്കുന്നു. എൻ്റെ ഈ സാക്ഷ്യം, ചെറിയ സാക്ഷ്യം, ഈ ശ്രവിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾക്ക് പ്രയോജനമാകട്ടെ, യേശുവിലേക്ക് വരുവാൻ മുഖാന്തരമാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അവസരം നൽകിയ ദൈവദാസനുള്ള നന്ദിയും അറിയിക്കുന്നു.